ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം, ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഒരുപാട് ഡൗട്ടുമായി വന്നിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് കമൻറ്റുകൾ വാട്സപ്പിലും വന്നിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ആ വിഷയം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ ന്യൂ യൂട്യൂബേഴ്സായി വരുന്ന അധിക ആൾക്കാരും ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതേപോലെ അറിയാത്തവരിലേക്ക് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം, യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഒരുപാട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരുപാട് സബ് ഉണ്ടാക്കും. അത് 2-3 ദിവസം കഴിയുമ്പോൾ തന്നാലെ ഡ്രോപ്പായി പോകുന്നുണ്ട് എന്ന് ഒരുപാട് ആൾക്കാർ നമ്മളോട് കോൺടാക്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം. അത് ജെനുവനായിട്ട് വരാത്ത സബ് ആയതുകൊണ്ടാണോ, അതേപോലെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ യൂട്യൂബ് വീഡിയോ ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്ത് കാണുക, മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് വീഡിയോ വാച്ച് ചെയ്യിപ്പിക്കുകയും അതേപോലെ തന്നെ അവരോട് ലൈക്ക് ചെയ്യാൻ പറയുകയും സബ് ചെയ്യാൻ പറയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള വിഷയമാണ് നമുക്ക് ഈ സബ് ഡ്രോപ്പായി പോകാനുള്ള ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് സബ് നേടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സബും നമുക്ക് ജെനുവനായിട്ട് ഒരിക്കലും യൂട്യൂബിൽ നിൽക്കുകയില്ല. അത് യൂട്യൂബിൽ എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്രീസ് ആയി പോകും. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകളിൽ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യും, ഞാനും നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യാം, എനിക്കൊന്ന് സബ് ചെയ്യും, ഞാൻ നിങ്ങൾക്കും തിരിച്ച് സബ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ കിട്ടുന്ന സബും നമുക്ക് ഒരിക്കലും യൂട്യൂബിൽ എന്താവില്ല, ഒറിജിനലായിട്ട് നിൽക്കില്ല, അത് നമുക്ക് ഡ്രോപ്പായി പോകും. അപ്പോൾ ഈ 3 വിഷയങ്ങൾ കൊണ്ടാണ് നമ്മളുടെ സബ് നമുക്ക് ഡിക്രീസ് ആയി പോകാനുള്ള കാരണം, ഡ്രോപ്പായി പോകാനുള്ള കാരണവും ഒക്കെ ഇത് തന്നെയാണ്. നമുക്ക് എപ്പോഴും വേണ്ടത് ഓർഗാനിക് ആയിട്ടുള്ള വ്യൂസും അതേപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള വാച്ച് ടൈമും ഓർഗാനിക് ആയിട്ടുള്ള ലൈക്കും സബും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വിഷയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇത് കമൻറ്റ് ചെയ്തിരുന്നു, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് വാച്ച് ചെയ്യിക്കരുത്, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യിക്കരുത്, സബ് ചെയ്യിക്കരുത്, കമൻറ്റ് ചെയ്യിക്കരുത്. അതേപോലെ തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും സബ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്, ആ സബ് നമുക്ക് ഡ്രോപ്പായി പോകും. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പുകളിൽ നമ്മൾ ഇങ്ങനെ സബ് ഫോർ സബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സബ് ഡ്രോപ്പായി പോകും. ഇപ്പോൾ ഈ വിഷയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.